പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്തൊരു തോൽവിയാണ് ഈ പിണറായി വിജയൻ എന്ന് സ്ഥാപിക്കാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് യാക്കോബായ സഭയുടെ മതമേലധ്യക്ഷനായിട്ടുള്ള ശ്രീമൻ ഗീവർഗീസ് കൂറിലോസ് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. നമുക്കറിയാം, അദ്ദേഹം അടിയുറച്ച ഒരു ഇടതുപക്ഷക്കാരനാണ്. നമ്മളൊരിക്കലും ചിന്തിക്കാത്ത സമയത്ത് പോലും പിണറായി വിജയനെ ചേർത്തു പിടിക്കുന്ന ഒരു മതമേലധ്യക്ഷനാണ് ഈ ഗീവർഗീസ് കൂറിലോസ്. തൻ്റെ ഇടതുപക്ഷ ആഭിമുഖ്യം പരസ്യമായി തന്നെ ഒട്ടേറെ അവസരങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാളാണ് ഗീവർഗീസ് കൂറിലോസ്. അദ്ദേഹം 2 ദിവസം മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. വളരെ മാന്യമായ ഭാഷയിൽ. നമുക്കറിയാം, വലിയൊരു തിരിച്ചടി ഇടതുപക്ഷത്തിനുണ്ടായിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിൽ വേണം നമ്മളതിനെ കാണാൻ. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഇനിയും പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. CPM എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക നയങ്ങളിലെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയം, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെയുള്ള അഴിമതികൾ, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത, മത സാമുദായിക സംഘടനകളെ അതിരുവിട്ട് പീഡിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ, വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങിയ നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ്. BJPയേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാഷിസത്തിനെയും ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി. 1ാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് 2ാം പിണറായി സർക്കാരിൻ്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ്. ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുറന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക. എപ്പോഴും പ്രളയവും മഹാമാരിയും രക്ഷയ്ക്കെത്തണമെന്നില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. തിരുത്തുമെന്ന് നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ്. പക്ഷേ അത് തൊലിപ്പുറത്തുള്ള ചികിത്സയാവരുത്, തിരുത്തലാവരുത്. രോഗം ആഴത്തിലുള്ളതാണ്. ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം. ഇടതുപക്ഷം ഇടത്തു തന്നെ നിൽക്കണം. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാവും, ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല. സുഹൃത്തുക്കളെ, എത്ര സമഗ്രമാണ് ഈ വിമർശനം എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വളരെ ആഴത്തിലുള്ള, വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിമർശനമല്ലേ ഈ ഗീവർഗീസ് മാർ കൂറിലോസ് നടത്തിയിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു വിമർശനം എന്ന് നമുക്ക് തോന്നിയാൽ അത്ഭുതപ്പെടാൻ പറ്റുമോ? വളരെ സ്വയം വിമർശനാത്മകമായിട്ടുള്ള, വളരെ കാര്യകാരണ പ്രസക്തമായിട്ടുള്ള ഒരു വിമർശനമല്ലേ ഈ ഗീവർഗീസ് കൂറിലോസ് എന്ന് പറയുന്ന ഈ മതമേലധ്യക്ഷൻ നടത്തിയിട്ടുള്ളത്? വളരെ സമഗ്രമായിട്ടുള്ള, വളരെ ഇടതുപക്ഷത്തെ വളരെ പോസിറ്റീവായി കാണുന്ന ഒരു വിമർശനമല്ലേ ഇവിടെ ഈ മതമേലധ്യക്ഷൻ നടത്തിയിട്ടുള്ളത്? സ്വാഭാവികമായും അതിനെ ഗൗരവത്തോടെ വേണ്ടേ കേരളത്തിലെ ഒരു ഭരണാധികാരി എടുക്കേണ്ടത്? പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുമ്പോൾ ഇതുപോലൊരു വിമർശനത്തെ വളരെ പോസിറ്റീവായി കാണുന്നതിന് പകരം കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ പറഞ്ഞത്? പുരോഹിതന്മാരിലും വിവരദോഷികളുണ്ട് എന്ന്. പുരോഹിതന്മാരിലും വിവരദോഷികളുണ്ട്. സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ പിണറായി വിജയനിൽ നിന്ന് ഇങ്ങനൊരു പ്രതികരണം വന്നതിൽ നമുക്ക് എന്തെങ്കിലും അത്ഭുതമുണ്ടോ? നമുക്ക് അത്ഭുതപ്പെടാനുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം പിണറായി വിജയൻ അത്രയും ഇടുങ്ങിയ മനസ്സിൻ്റെ ഒരു ഉടമയാണ്. വളരെ ഈ പറഞ്ഞതുപോലെ ഉള്ളിലേക്ക് മാത്രം നോക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണ് പിണറായി വിജയനെന്നും പിണറായി വിജയൻ്റെ നിലവാരം എന്താണെന്നും എത്രയോ തവണ മലയാളികൾ കണ്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, എത്രയോ പിണറായി വിജയൻ്റെ ശബ്ദധാരാവലി എന്ന് വരെ പോലും വിമർശകർ പറഞ്ഞിട്ടില്ലേ? NK പ്രേമചന്ദ്രനെതിരെ പരനാറി പ്രയോഗം, TP ചന്ദ്രശേഖരനെതിരെ കുലംകുത്തി പ്രയോഗം,
MN വിജയൻ മാഷിനെതിരെ കോളേജ് അധ്യാപകൻ പ്രയോഗം, വയനാട്ടിലെ ബിഷപ്പിനെതിരെ നികൃഷ്ടജീവി പ്രയോഗം, മാതൃഭൂമിയുടെ എഡിറ്ററിനെതിരെ എടാ ഗോപാലകൃഷ്ണ പ്രയോഗം മുതൽ മഞ്ഞളാംകുഴി അലിക്കെതിരെ കീടമെന്നുള്ള പ്രയോഗം മുതൽ ഒക്കച്ചങ്ങായി എന്ന പ്രയോഗം, മൈക്കിനോട് ധാർഷ്ട്യം കാണിക്കുന്നത്, പിപ്പിടി വിദ്യ, ഏക്ഷൻ, ഊരിപ്പിടിച്ച വാള്, അതുക്കും മേലെ, ക്ഷുദ്രജീവി, കടക്ക് പുറത്ത്, എന്തൊക്കെയാണ് ഈ മനുഷ്യനിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, പിണറായി വിജയൻ നിങ്ങളൊരു വലിയ തോൽവിയാണല്ലോ എന്ന് പറയാൻ എനിക്ക് ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ തോന്നുന്നു. സുഹൃത്തുക്കളെ, ഇതിൽ പല പ്രസ്താവനകളും അദ്ദേഹം നടത്തിയ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴാണ്. അന്ന് അങ്ങനെ ഒരു പ്രസ്താവന നടത്താമെന്നല്ല ഞാൻ പറയുന്നത്. അന്നും അതിനൊരു മാന്യത ആ സ്ഥാനത്തിനും കൽപ്പിക്കേണ്ടതാണ്. കാരണം ആ സ്ഥാനത്ത് നായനാരും VS അച്യുതാനന്ദനും CH കണാരനും EMS ഒക്കെ ഇരുന്ന സ്ഥാനത്താണ് അദ്ദേഹം ഇരുന്നത്. അവിടെ ഇരുന്നും അദ്ദേഹം തൻ്റെ തനിക്കോണം, സാധാരണ ഭാഷയിൽ പറഞ്ഞ തനിക്കോണം കാണിച്ചതാണ്. പക്ഷേ അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായി കഴിഞ്ഞെങ്കിലും അദ്ദേഹം ഒരു മാന്യത പുലർത്തണ്ടേ സുഹൃത്തുക്കളെ. ഏക്ഷൻ ഓർമ്മയില്ലേ, നമുക്കൊരു പ്രത്യേകതരം ഏക്ഷൻ, കടക്ക് പുറത്ത് എന്ന് പറഞ്ഞപ്പോൾ ഉള്ള ശരീരഭാഷ നമ്മൾ കണ്ടതല്ലേ. ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ NK പ്രേമേന്ദ്രനെ പരനാറി എന്ന് വിളിച്ചതിനോട് യോജിക്കുന്നു? ഞാൻ അങ്ങനെ തന്നെ അതിനകത്ത് നിലനിൽക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഓർമ്മയില്ലേ. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയേണ്ട ഒരു കാര്യം എന്താ, ഒരു രാഷ്ട്രീയ നേതാവ് ആ സ്ഥാനത്തിരിക്കുമ്പോൾ പുലർത്തേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്, ചില കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കങ്ങളൊന്നും തുടരാനുള്ള ഒരു മാനസികമായിട്ടുള്ള വളർച്ച പിണറായി വിജയൻ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം നേരത്തെ തെളിയിച്ചത് മുതൽ ഇപ്പോഴും അങ്ങനെ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓർമ്മയില്ലേ, TP ചന്ദ്രശേഖരൻ വധം നടന്ന് നമ്മളെല്ലാവരും വളരെ ദുഃഖത്തിലിരിക്കുമ്പോഴാണ് കുലംകുത്തി എന്ന് TP ചന്ദ്രശേഖരനെ വിളിച്ച ആളാണ് ഇയാൾ. MN വിജയൻ മാഷിൻ്റെ മരണം നമ്മൾ ഓർമ്മയില്ലേ, നമ്മുടെ മനസ്സിൽ നിന്ന് ഇപ്പോഴും അത് മറക്കാൻ കഴിയുമോ നമുക്കൊരു പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ് പുറകോട്ട് ചാഞ്ഞ് MN വിജയൻ മാഷ് മരിച്ചത്. അന്ന് എന്താ പറഞ്ഞത്, അതൊരു കോളേജ് അധ്യാപകൻ എന്നല്ലേ പറഞ്ഞത്. ഒരു പത്രസമ്മേളനത്തിൽ നടക്കുന്ന കടക്ക് പുറത്ത് എന്നല്ലേ, എന്ന നാട്ടുരാജാക്കന്മാർ പറയുന്ന പോലല്ലേ അദ്ദേഹം പറഞ്ഞു. കേരളത്തിൻ്റെ ഒരു പത്രപ്രവർത്തകൻ, ഒരു മലയാള പത്രത്തിൻ്റെ എഡിറ്റർ എടോ ഗോപാലകൃഷ്ണ എന്നല്ലേ വിളിച്ചത്. ഒരു കൃത്യ മതമേലധ്യക്ഷനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചില്ലേ. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരു ഒരു ഈ പറഞ്ഞതുപോലെ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു ഏറ്റവും ഇടുങ്ങിയ ഒരു ഇൻവേർഡ് ലുക്കിംഗ് ആയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതുപോലുള്ള ഒരു ക്യാരക്ടറാണ് ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. യഥാർത്ഥത്തിൽ എക്കാലത്തും ഇടതുപക്ഷ വിശ്വാസിയായിട്ടുള്ളൊരു മതമേലധ്യക്ഷൻ പോസിറ്റീവായിട്ടുള്ള ചില വിമർശനങ്ങൾ പറയുമ്പോൾ ഞാനത് ഉൾക്കൊള്ളുന്നു. അത് ഉൾക്കൊണ്ട് തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. എനിക്കും അതിൽ ചില പങ്കുകളുണ്ട്. എൻ്റെ ചില പ്രവർത്തനങ്ങളെയും ജനങ്ങൾ ആ നിലയിൽ വിലയിരുത്തിയത് ഞാൻ മനസ്സിലാക്കുന്നു. അത് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റ് തിരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കും. അതുകൊണ്ട് ഈ കൂർലോസ് പിതാവിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ എന്തുമാത്രം ബഹുമാനം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ലഭിക്കുമായിരുന്നു. പക്ഷേ പിണറായി വിജയൻ അത് കഴിയുമോ സുഹൃത്തുക്കളെ? അത് കഴിയില്ല. കാരണം ആ നിലവാരം മാത്രമേ പിണറായി വിജയൻ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2004 വലിയ പരാജയമേറ്റപ്പോൾ AK ആന്റണി മാറിപ്പോയി. AK ആന്റണി ഇതുപോലെ വല്ല പ്രസ്താവന നടത്തിയതായിട്ട് നമുക്ക് ഓർമ്മയുണ്ടോ? ഒരിക്കലുമില്ല. അപ്പോൾ അതുകൊണ്ട് അതാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനിൽ നിന്ന് നമ്മൾ നല്ല സദ്വചനങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. നസ്രയത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇതുപോലുള്ള വൃത്തികെട്ട വാക്കുകൾ ഇനിയും പിണറായി വിജയനിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പിണറായി വിജയനിൽ നിന്ന് കേൾക്കാൻ തയ്യാറായി പ്രതീക്ഷിച്ച് വേണം കേരളത്തിലെ ജനങ്ങൾ ഇരിക്കേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. സംസ്കാര സമ്പന്നമായ നമ്മുടെ സംസ്ഥാനത്ത്, ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളുമൊക്കെ ആയിട്ട് നോക്കുമ്പോഴത്തേക്ക് വളരെയേറെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് ഇത്രയും കഴിവുകെട്ട, ഇത്രയും നിലവാരമില്ലാത്തൊരു മനുഷ്യനെ മുഖ്യമന്ത്രിയായി ചുമക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് ലജ്ജിക്കുകയല്ലാതെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.